അപ്പോൾ നമ്മുടെ എന്തിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ഈ മൂവ്മെന്റ്, നമ്മുടെ ഈ ടീച്ചിങ്സ് ശ്രീമദ് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതത്തിന്റെ ആസ്പദമാക്കിയിട്ട് അല്ലെങ്കിൽ ആധാരമാക്കിയിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് ടീച്ചിങ്സ്. അല്ലാണ്ട് ഒരു ഭൗതിക തലത്തിലുള്ള ഒരു മനുഷ്യൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെ ആധാരമാക്കിയിട്ടല്ല. ഇത് ഭഗവാൻ തന്നെ പരമ്പരാഗതമായിട്ട് തന്നിട്ടുള്ള ഒരു അറിവാണ്. ഓക്കെ, ശ്രീല വ്യാസദേവൻ ഭഗവാന്റെ ലിറ്റററി ഇൻകാർണേഷൻ ആണ് ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ തന്നെ ഉപദേശമാണത്. അപ്പൊ അത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്. മൂന്നാമത്തത്, to bring the members of the society together with each other and nearer to Krishna. ഈ ഇസ്കോണിലെ മെമ്പേഴ്സിനെ എല്ലാ മെമ്പേഴ്സും അന്യോന്യം പരസ്പരം അടുത്തേക്ക് വന്ന് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സേവ ചെയ്യുക, സഹായിക്കുക എന്നുള്ള ഉദ്ദേശം. പിന്നെ ഇവരെല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടില്ല എന്നുള്ള ഉദ്ദേശം. ദ പ്രൈം എൻറ്റിറ്റി കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ പ്രൈം എൻറ്റിറ്റി, ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അപ്പോൾ കൃഷ്ണനിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടീച്ചിങ്സ്. Thus developing the idea within the members and humanity at large that each soul is part and parcel of the quality of the Godhead. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഈ ജ്ഞാനം കിട്ടും. നമ്മളെല്ലാവരും ഭഗവാൻ കൃഷ്ണന്റെ അംശങ്ങളാണ്, പാർട്ട് ആൻഡ് പാർസൽ ആണ്. അപ്പൊ ഈ ജ്ഞാനം പകർന്നു തരാം നമ്മളെ മമ്മായി പാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്നുള്ള ആ ഒരു തത്വം നമ്മളെ മനസ്സിലാക്കി തരണമെങ്കിൽ ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ. അപ്പൊ ഈ ലക്ഷ്യം ആണ് രണ്ടാമത്. മൂന്നാമത്, ടു ബ്രിങ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ടുഗദർ വിത്ത് ഈച്ച് അതർ ആൻഡ് നിയർ ടു കൃഷ്ണ. അതാണ് വായിച്ചത്. നാലാമത്തത്, ടു ടീച്ച് ആൻഡ് എൻകറേജ് ദ സങ്കീർത്തൻ മൂവ്മെന്റ്, congregational chanting of the holy name of God as revealed in the teachings of Lord Sri Chaitanya Mahaprabhu. അപ്പോൾ നാലാമത്തെ, നമ്മളുടെ മെമ്പേഴ്സിനെയും ടു സൊസൈറ്റി അറ്റ് ലാർജും നാമസങ്കീർത്തനത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക. സങ്കീർത്തനം മൂവ്മെന്റ്, കോൺഗ്രിഗേഷണൽ ചാൻഡിങ്. അപ്പോൾ മറ്റുള്ള യുഗങ്ങളുടെ പല പല പ്രോസസ്സുകളുണ്ടായിരുന്നു, അതൊന്നല്ല കലിയുഗത്തില്. അപ്പൊ ഈ യുഗത്തിലെ എന്താണ് മെത്തേഡ്, എന്താണ് പ്രോസസ്സ്, ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള പ്രോസസ്സ് എന്താണ്, ആ വിധി എന്താണ്, അത് നാമസങ്കീർത്തനമാണ്. അപ്പൊ ആ നാമസങ്കീർത്തനത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത്, അതാരാണ് നമുക്ക് പറഞ്ഞിരുന്നത്? ചൈതന്യ മഹാപ്രഭു. അതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത് നമുക്ക് നമ്മളുടെ പരമലക്ഷ്യത്തിൽ എത്താനുള്ള ആ അവസരം ഒരുക്കി കൊടുക്കുക. ഒരുപാട് പ്രോസസ്സുകളുണ്ട്. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും വ്യത്യസ്തമായിട്ടുള്ള വിധിവിധാനങ്ങളുണ്ട്. പക്ഷെ കലിയുഗത്തിലുള്ള വിധിവിധാനം എന്നാണ് നാമസങ്കീർത്തനമാണ്. അതിൽ കൂടെയാണ് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രഹ്ലാദ് മഹാരാജിന്റെ ആശ്രമം. കൗമാരം ആചര്യ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാൻ ഇഹ ദുർലഭം മാനുഷ്യം ജന്മ തദപി അധ്രുവം അർത്ഥതം. അതായത് നമ്മൾ കൗമാരത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ, പരിശീലിക്കാൻ തുടങ്ങണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് പതുക്കെ ഈ മനുഷ്യായുസ്സിൽ നമുക്ക് ഇത് ഒരു വിഘ്നങ്ങളും കൂടാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ, സേവനം ചെയ്യാൻ പറ്റുള്ളൂ. ദുർലഭം മനുഷ്യജന്മമാണ്. കാണിച്ചാൽ ഈ മനുഷ്യജന്മം വളരെ ദുർലഭമായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അതാണ് നമ്മൾ പറയുന്നത്, എത്രയോ ഭാഗ്യവാന്മാരാണ്. എത്രയോ ജീവജാലങ്ങൾ മറ്റുള്ള യോനികളിൽ ജനിച്ചിട്ടുണ്ട് അല്ലെ, മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും കൃമികീടങ്ങളായിട്ടും വൃക്ഷങ്ങളായിട്ടും. അവർക്കൊന്നും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല അല്ലേ. അപ്പോ ഭഗവാന്റെ കാര്യങ്ങളെ ഭക്തി മാർഗത്തിൽ പോവാൻ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ദുർലഭം മനുഷ്യജന്മം, വളരെ വളരെ വിരളമായിട്ടുള്ള മനുഷ്യജന്മമാണ് നമുക്ക് കിട്ടിയത്. അതിന് ഗുണമുണ്ട്. ഈ ഭൗതിക ലോകത്തിൽ ജനിച്ചാൽ, മനുഷ്യരായിട്ട് ജനിച്ചാൽ അതിന്റെ ഗുണം എന്താണ്? നമുക്ക് മനുഷ്യരായതുകൊണ്ട് ഇതെല്ലാം അറിയാനുള്ള ബുദ്ധിയുണ്ട് അല്ലേ. പക്ഷെ അതിന് ചില പരിമിതികളുണ്ട്. എന്താണ് പരിമിതി? തദപി അധ്രുവം അർത്ഥതം. എന്താണ് അധ്രുവം എന്ന് പറഞ്ഞാൽ? ടെമ്പററി ആണ്. ഓക്കെ, ടെമ്പററി ആണ്, താൽക്കാലികമാണ്. ഇത് പെർമനന്റ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ മനുഷ്യജന്മം ശരിക്കും വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ അടുത്ത് വീണ്ടും നമുക്ക് മനുഷ്യജന്മം കിട്ടുന്ന യാതൊരു ഗ്യാരണ്ടി ഇല്ല.
അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇതിനെ വിനിയോഗിച്ചിട്ട് നമ്മൾ അർത്ഥതം എന്ന് പറഞ്ഞാൽ ആ മീനിങ് ഫുൾ ആയിട്ടുള്ള നമ്മളുടെ പരമലക്ഷ്യത്തെ ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് നീങ്ങണം. കാരണം ഈ മനുഷ്യജന്മം വീണ്ടും കിട്ടിയെന്ന് വരില്ല. അതാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്. ഓക്കെ, അപ്പോ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഈ കോൺഗ്രിഗേഷൻ സ്റ്റാൻഡിങ് നാമസങ്കീർത്തനം വളരെ വളരെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേയാണ് നമ്മളുടെ ഈ മിഷന്റെ ഉദ്ദേശം ഇവിടെ സഫലീകരിക്കുന്നുള്ളൂ. അപ്പൊ നാലാമത്തേത്. അഞ്ചാമത്തെ, ഇതിന് എല്ലാം ആവശ്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. നമുക്ക് സ്കൂളിൻ്റെ, കോളേജിൻ്റെ, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഭൗതിക തലത്തിലുള്ള എഞ്ചിനീയറിങ്ങും മെഡിസിനും മറ്റുള്ള ആർക്കിടെക്ചറും അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോളജ് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുപാട് കോളേജസും യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ സ്പിരിച്വൽ നോളജ് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. അപ്പൊ അതിനെന്താണ് വേണ്ടത്? അഞ്ചാമത്തെ, ടു എറക്ട് ഫോർ ദ മെമ്പേഴ്സ് ആൻഡ് ഫോർ സൊസൈറ്റി അറ്റ് ലാർജ് എ ഹോളി പ്ലേസ് ഫോർ ട്രാൻസെൻഡന്റൽ പാസ്റ്റൈംസ് ഡെഡിക്കേറ്റഡ് ടു ദ പേഴ്സണാലിറ്റി ഓഫ് കൃഷ്ണ. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, ആത്മീയ തലത്തിലുള്ള ജ്ഞാനം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ടെമ്പിൾസ് വേണം, അല്ലേ? ടു എറക്ട് ഫോർ ദ മെമ്പേഴ്സ് ടെമ്പിൾസ് വേണം. അപ്പൊ അതാണ് ടെമ്പിൾസിന്റെ ആവശ്യം. ടു എറക്ട് ടെമ്പിൾസ് എന്നത് അവിടെ വിട്ടുപോയിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. ഭൗതിക തലത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലേ? അതൊക്കെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്. അപ്പൊ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആധ്യാത്മിക കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് അഞ്ചാമത്തെ പോയിന്റ്. ആറാമത്തെ, ടു ബ്രിങ് ദ മെമ്പേഴ്സ് ക്ലോസർ ടുഗദർ ഫോർ ദ പർപ്പസ് ഓഫ് ടീച്ചിങ് എ സിംപ്ലർ നാച്ചുറൽ വേ ഓഫ് ലൈഫ്. അപ്പോൾ എല്ലാ അംഗങ്ങളെയും, ഈ കുടക്കീഴിൽ വരുന്ന എല്ലാവരെയും വളരെ സിമ്പിളായിട്ടുള്ള, ഓക്കെ, വളരെ ലളിതമായിട്ടുള്ള ഒരു ലൈഫ്, ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. നാച്ചുറൽ ആയിട്ടുള്ളത്, ഓർഗാനിക്, നമ്മൾ ഇപ്പോൾ ഓർഗാനിക് വെജിറ്റബിൾസ് പറയില്ലേ? ഓക്കെ, എന്താണ്? വളരെ നാച്ചുറലായിട്ട് വളർന്നിട്ടുള്ളത്, യാതൊരു കെമിക്കൽസും ഫെർട്ടിലൈസേഴ്സും ഇടാതെ അങ്ങനെ കിട്ടുന്ന ഒരു വെജിറ്റബിൾസ്, ഓർഗാനിക്, നാച്ചുറലായിട്ട് വളർന്നത്. അതേപോലെ നമ്മളുടെ നാച്ചുറൽ വേ ഓഫ് ലൈഫ്, മോഡേൺ ലൈഫ്, ആർട്ടിഫിഷ്യൽ ലൈഫ്, ഇതെല്ലാം ഉപരിയായിട്ട് ഒരു നാച്ചുറൽ വേ ലൈഫ് ഉണ്ട്. അത് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരെ അങ്ങനെ എല്ലാ മെമ്പേഴ്സിനും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ 7, വിത്ത് എ വ്യൂ ടുവേർഡ്സ് അച്ചീവിങ് ദ aforementioned purposes. അപ്പൊ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങളും നേടാൻ വേണ്ടിയിട്ട്, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പബ്ലിഷ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് പീരിയോഡിക്കൽസ്. അത് പബ്ലിഷ് ചെയ്യും, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്താ? പീരിയോഡിക്കൽസ്, മാഗസിൻസ്, ബുക്സ് ആൻഡ് അതർ റൈറ്റിംഗ്സ്. അപ്പൊ മാഗസിൻസ്, ബുക്സ്, മറ്റുള്ള പീരിയോഡിക്കൽ ആർട്ടിക്കിൾസ്, പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള റൈറ്റിങ്സ്, ഇതെല്ലാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏഴാമത്തത്. എന്തിനെ? ഇതിന് മുകളിൽ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ലിറ്ററേച്ചർ വേണ്ടേ, ബുക്സ് വേണ്ടേ? അതിനാധാരമായിട്ട് ഭഗവത്ഗീത, ഭാഗവതമൊക്കെ ഉണ്ട്. അതിനുപരിയായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാരുടെ കമൻട്രീസ് വേണം. അതിന് സർട്ടൻ ടോപ്പിക്സിലുള്ള അതിന് പ്രതിപാദിക്കുന്ന ബുക്സ് വേണം. ഇതെല്ലാം നമ്മുടെ മഹാരാജകന്മാരും ശുദ്ധഭക്തന്മാരും ആചാര്യന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പബ്ലിഷ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 7 ലക്ഷ്യങ്ങൾ. ഇതാണ് ഉദ്ദേശം. അതേപോലെ മറ്റുള്ള സൊസൈറ്റീസിൻ്റെ ലക്ഷ്യം, അവരുടെ പർപ്പസസ് എടുത്ത് നോക്കൂ, എന്താണ് ഉദ്ദേശം. ഈ കാര്യങ്ങൾ കാണില്ല. ലാസ്റ്റ് എന്താ പറഞ്ഞു? അവസാനത്തെ 7ാമത്തെ പറഞ്ഞാൽ, മുകളിൽ കൊടുത്തിരിക്കുന്ന 6 കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, സബലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബുക്സും പീരിയോഡിക്കൽസും മാഗസിൻസ് ഒക്കെ പബ്ലിഷ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് ബുക്ക് മാരത്തോൺ മന്ത്. ഡിസംബർ ഭഗവത്ഗീത ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലേ? ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ചൈതന്യ ചരിതാമൃത ഡിസ്ട്രിബ്യൂട്ട്. എന്നാൽ മാത്രമേ ആൾക്കാർക്ക് ജ്ഞാനം കിട്ടുള്ളൂ, എന്നാൽ മാത്രമേ അവർക്ക് ഇത് പ്രകാരം ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ
ബുക്സ് ആൻഡ് പീരിയോഡിക്കൽസ് ആൻഡ് അതർ റൈറ്റിംഗ്സ് ഓഫ് ആചാര്യ പബ്ലിഷ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. കൃഷ്ണ പ്രജ 3, 4, 5 ഒന്ന് പറയും. 3, 4, 5 അല്ലേ? മൂന്നാമത്തെ ബ്രിങ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ടുഗദർ വിത്ത് ഈച്ച് അതർ നിയർ ടു കൃഷ്ണ. അതായത് ഭഗവാനിലേക്ക് എല്ലാവരെയും, ഈ സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനും ഇതിന് ലൈക്ക് മൈൻഡഡ് എല്ലാവരെയും കൃഷ്ണനിലേക്ക് അടുപ്പിക്കുക, ആകർഷണം കൊടുക്കുക. കാരണം കൃഷ്ണ ഈസ് ദ പ്രൈം എൻറ്റിറ്റി, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. എല്ലാവരുടെയും മീതെയുള്ള ആ എന്താ പറയുക, പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ, പൂർണ്ണ പുരുഷ. അത് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ thus developing the idea within the members and humanity at large that each soul is part and parcel of the supreme personality of God, quality of Krishna. നമ്മളെല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണെന്നാണ്. നമ്മളെ മാസ്റ്റർ അല്ല, നമ്മൾ സെർവൻ്റ് ആണ്. ഓക്കെ. ഹിരണ്യകശിപുവിന് ഒരു ഇതുണ്ടായിരുന്നു. എന്തായിരുന്നു? ഹിരണ്യകശിപുവിന് ഒരു ഇതുണ്ടായിരുന്നു, ഞാനാണ് മാസ്റ്റർ. ഓക്കെ. ബാക്കി എല്ലാവരും എൻ്റെ സേവകന്മാരാണ്. ഈവൻ വിഷ്ണു ഇല്ല. വിഷ്ണുവിനെ എന്താണ് എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ, കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഹിരണ്യകശിപു. അപ്പോൾ ഹിരണ്യകശിപു എന്താണ് പറയുന്നത്? എന്നെ എല്ലാവരും ആരാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് വരം ചോദിച്ചത്. എന്നിട്ട് എന്താണ്, ബ്രഹ്മാവിൻ്റെ ആ പദവി, ബ്രഹ്മാവിൻ്റെ ബ്രഹ്മലോകം എടുക്കണം എന്നുള്ളതിലായിരുന്നു. പക്ഷെ ബ്രഹ്മലോകം എടുക്കാൻ പറ്റില്ല. സാധാരണ ഒരു മണ്ടേൻ പേഴ്സണാലിറ്റിക്ക് ബ്രഹ്മലോകത്തിൽ, അതൊക്കെ അപ്പോയിന്റഡ് പോസ്റ്റ് ആണ്, ഭഗവാൻ തന്നെ അപ്പോയിന്റ് ചെയ്താണ്. അപ്പോൾ അതിന്ന് ഇദ്ദേഹത്തിന് മാറ്റിയിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല. മാക്സിമം എന്താണ്, ഇന്ദ്രലോകം പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ദ്രനെ അവിടുന്ന് മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ തപസ്യയുടെ ബലം കൊണ്ട് ബ്രഹ്മാവ് അവർക്കെല്ലാവരും അദ്ദേഹത്തിന് വരം കൊടുത്തു. ആ വരത്തിന്റെ ബലം കൊണ്ട് ഇന്ദ്രനെ മാറ്റി. അപ്പോൾ ഹിരണ്യകശിപു ആ പുരികം ഒന്ന് ഇളക്കിയാൽ മതി, എല്ലാ ദേവീ ദേവന്മാരും പേടിച്ചു വന്നിട്ട് അവിടെ നമസ്കരിക്കും. അത്ര ശക്തിയായിരുന്നു ഹിരണ്യകശിപുവിന്. ഓക്കെ. ഉടനെ വന്നിട്ട് ഗിഫ്റ്റ്, എല്ലാ പാരിതോഷങ്ങളും കൊടുത്തിട്ട് അവിടെ നമസ്കരിക്കും. ഗെറ്റ് ഔട്ട് അടിക്കുമ്പോൾ ഉടനെ അവർ പേടിച്ച് ഓടിപ്പോവും. സൂര്യഭഗവാനെ നോക്കിയിട്ട് പറയും, ചൂട് കൂടുതലാണ്, കുറയ്ക്കടാന്ന് പറഞ്ഞാൽ കുറയ്ക്കും. അവിടെ കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടും. അങ്ങനെയായിരുന്നു. എല്ലാവരും പേടിച്ച് പറിച്ചിരിക്കുകയായിരുന്നു. അത്രയും ശക്തിയായിരുന്നു ഹിരണ്യകശിപുവിന്. അപ്പൊ ആ ഹിരണ്യകശിപുവിനെ നമ്മളുടെ ഫിംഗർ നെയിലില് ഒരു ചെറിയ പ്രാണി കൊതു വന്നാൽ എങ്ങനെ നമ്മൾ ഇട്ട് വെച്ച്, അതേപോലെ ഭഗവാൻ വന്നിട്ട് അവിടെ ഹിരണ്യകശിപുവായിട്ട് കളിക്കുകയായിരുന്നു. അപ്പോൾ പ്രഹ്ലാദ് പറയാണ്, ഈ ഇത്രയും വലിയ വലിയ ദേവീ ദേവതന്മാരും കൂടിയിട്ട് ഹിരണ്യകശിപുവിന്റെ പുരുകം ഇളകുമ്പോൾ പേടിച്ച് പറിച്ച് ഓടിപ്പോകുന്ന ആൾക്കാരെ ആ ഹിരണ്യകശിപു അങ്ങയുടെ വിരൽ തുമ്പിലുള്ള നഖത്തിന്റെ ഇടയില് ഒരു പ്രാണി പോലെ കളിപ്പിക്കുകയാണ് ഭഗവാന്. അപ്പോൾ എന്താണ് ഭഗവാന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, എന്ത് പ്രാധാന്യം എന്താണെന്ന് പ്രഹ്ലാദ് നമുക്ക് പറഞ്ഞു തരികയാണ്. 100 സെലസ്റ്റിയൽ ഇയേഴ്സ് ആണ് നമ്മൾ വിളിക്കുന്നത്. അതെ, 100 സെലസ്റ്റിയൽ ഇയേഴ്സ് ആണ് ഹിരണ്യകശിപു വെള്ളം കൂടിയും കുടിക്കാതെ തപസ് ചെയ്ത്. അപ്പൊ അതായത് ഈ വെള്ളം കൂടിയും കുടിക്കാണ്ട് തപസ് ചെയ്ത് കണ്ട് ഈവൻ ബ്രഹ്മാവും കൂടി അത്ഭുതപ്പെട്ടു, എങ്ങനെ ഇത് സാധിച്ചു. അപ്പൊ ബ്രഹ്മാവ് മറ്റുള്ള ദേവി ദേവതന്മാരും പിന്നെ ഭൃഗുമുനിയൊക്കെ ആയിട്ടാണ്. ഭൃഗുമുനിയോട് പറയണത്, ഈവൻ അങ്ങക്കും കൂടി ഇങ്ങനെ 100 സെലസ്റ്റിയൽ ഇയേഴ്സ് വെള്ളം കുടിക്കാണ്ട് തപസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ പ്രീതിപ്പെട്ടിട്ട് ബ്രഹ്മാവ് ചോദിച്ച എല്ലാ വരം കൊടുക്കണം. ആദ്യം ചോദിക്കുന്ന വരം അതായത് എനിക്ക് അമരത്വം വേണം. അപ്പൊ പറഞ്ഞു, ഞാൻ സ്വയം മരിക്കാൻ പോകുന്ന ആളാണ്, എനിക്ക് തന്നെ അമരത്വമില്ലേ, പിന്നെ അങ്ങനെ തരാൻ പറ്റുക? എനിക്കില്ലാത്തത് ഇപ്പൊ എൻ്റെ കയ്യിൽ 1000 രൂപയാണ്. മാതാജി വന്നിട്ട് 1,00,000 ചോദിക്കുകയാണ്. 1,00,000 തരാൻ പറഞ്ഞ് എനിക്ക് തരാൻ പറ്റില്ല. കാരണം എൻ്റെ ആകെ 1000 രൂപയുള്ളൂ, അതേ തരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മാവിന്റെ ഇല്ലാത്ത കാര്യം ബ്രഹ്മാവിന് കൊടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് ബ്രഹ്മ പറഞ്ഞു അത് പറ്റില്ല. അപ്പോഴാണ് കണ്ടീഷൻസ് വെക്കുന്നത്. ഓക്കെ, ആകാശത്ത് മരിക്കാൻ പാടില്ല, ഭൂമിയിൽ മരിക്കാൻ പാടില്ല, അകത്ത് മരിക്കാൻ പാടില്ല, പുറത്ത് മരിക്കാൻ പാടില്ല, മനുഷ്യരെ കൊണ്ട് മരിക്കാൻ പാടില്ല, മൃഗങ്ങളെ കൊണ്ട് മരിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കണ്ടീഷൻ, എല്ലാ ലൂപ്പ് ഹോൾസും അടയ്ക്കുന്ന വിധത്തിലുള്ള കണ്ടീഷൻ വെച്ചിട്ടുള്ള ആ അനുഗ്രഹം വായിക്കണം. പക്ഷേ ഇതാരാണ് കൊടുക്കുന്നത്? ബ്രഹ്മാവാണ് കൊടുക്കുന്നത്. ആരാണ് ചോദിക്കുന്നത്? ഹിരണ്യകശിപാണ് ചോദിക്കുന്നത്.
പക്ഷെ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് സുപ്രീം ലോർഡ് നരസിംഹദേവ് എല്ലാ കണ്ടീഷനെയും ഖണ്ഡിച്ചിട്ട് അദ്ദേഹം ആ വരങ്ങളെല്ലാം ബ്രഹ്മാവിന്റെ വരങ്ങളെ മാനിക്കും വേണം. അതേപോലെ പ്രഹ്ലാദ് മഹാരാജിനെ പ്രൊട്ടക്ട് ചെയ്യും വേണം. ഹിരണ്യകശിപുവിന്റെ ആഗ്രഹപ്രകാരം ആ വരത്തിനൊന്നും യാതൊരു കോട്ടം തട്ടാതെ ഭഗവാൻ വന്ന് ഹിരണ്യകശിപുവിനെ വധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത്രയും ഇതിലാണ്. അപ്പൊ പ്രഭു ആ ദുർലഭ മനുഷ്യ ജന്മം എന്ന് പറയുന്നില്ലേ, പ്രഹ്ലാദ സ്തുതിയിലാണോ അത്? അത് ഏതിലാ വരുന്നത്? അത് എത്രാമത്തെ? പ്രഹ്ലാദം ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അതിലാണ്. പ്രഹ്ലാദ സ്തുതിയിൽ പ്രഹ്ലാദ സ്തുതിയിലാണോ എനിക്ക് ഓർമ്മയില്ല. പ്രഹ്ലാദ സ്തുതിയിൽ തുടക്കമുണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കന്നെ വേണം അത്. പക്ഷെ പ്രഹ്ലാദൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് എല്ലാവർക്കും. അതായത് ഈ മനുഷ്യജന്മം വളരെ വളരെ ദുർലഭമാണ്, അതുകൊണ്ട് അതിനെ ദുരുപയോഗിക്കരുത്, അതിനെ വിനിയോഗിക്കണം, എന്നാൽ മാത്രമേ നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം നടക്കുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രഹ്ലാദ സ്തുതിയിൽ പെടുമെന്ന് എനിക്കറിയില്ല, നോക്കണം മാതാജി, അറിയില്ല. അപ്പൊ നമ്മളുടെ മൂന്നാമത്തെ, അപ്പൊ മനസ്സിലായി മാതാജി, മൂന്നാമത്തെ ഇതാണ് മൂന്നാമത്തെ. പിന്നെ നാലാമത്തെ എന്താണ്? ഓക്കെ, നാലാമത്തെ ടു ടീച്ച് ആൻഡ് എൻകറേജ് എ സങ്കീർത്തൻ മൂവ്മെന്റ്. അപ്പൊ അതായത് നാലാമത്തെ നമ്മളുടെ സങ്കീർത്തൻ മൂവ്മെന്റ്, നാമസങ്കീർത്തനം. ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്ന ആ നാമസങ്കീർത്തനം പ്രൊപ്പഗേറ്റ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. പിന്നെ അഞ്ചാമത്തെ ഞാൻ പറഞ്ഞില്ലേ, ടെമ്പിൾ കൺസ്ട്രക്ഷൻ. ഓക്കെ, കാണിച്ചാൽ നമുക്കൊരു ആസ്ഥാനം വേണ്ടേ, എവിടെ പഠിപ്പിച്ചു കൊടുക്കും? ഹോസ്പിറ്റലിൽ എന്തിനാണ് നമ്മൾ പോണത്? നമ്മൾ ട്രീറ്റ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആത്മാവിനെ ട്രീറ്റ് ചെയ്യാനും നമുക്കൊരു ഹോസ്പിറ്റൽ വേണം, അല്ലേ? അപ്പൊ അത് സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ടെമ്പിൾ, മന്ദിർ മനസ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ 7 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. പ്രഭു ആറാമത്തെ ഒന്ന് വേർഡ്സിലൊന്ന് പറഞ്ഞുതരുമോ? ഓക്കെ, ആറാമത്തെ അല്ലേ? ആറാമത്തെ ടു ബ്രിങ് ദ മെമ്പേഴ്സ് ക്ലോസർ ടുഗദർ ഫോർ ദ പർപ്പസ് ഓഫ് ടീച്ചിങ് എ സിംപ്ലർ നേച്ചർ. അതായത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജീവിതം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വളരെ നാച്ചുറൽ, നമ്മളൊക്കെ ആർട്ടിഫിഷ്യൽ ലൈഫാണ്, ഓക്കെ, എല്ലാം മോഡേൺ ലൈഫാണ്. ഇതൊന്നും നാച്ചുറൽ വേ ഓഫ് ലൈഫ് അല്ല, അല്ലെ? നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു, നാച്ചുറൽ ആണോ അത്? അല്ല. നമ്മളുടെ വേദിക് സിസ്റ്റത്തില് ഭക്ഷണം, അന്നം വെക്കാൻ പാടില്ല പൈസക്ക്. ഹോട്ടൽസ് ഒന്നുമില്ല. അന്നത്തെ വേദിക് കാലത്ത് എവിടെയെങ്കിലും ഹോട്ടൽസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ബാർട്ടർ സിസ്റ്റമാണ്. പൈസ ഇല്ല, പൈസ ഇടപാടില്ല, ബാർട്ടർ. അതായത് നിങ്ങളുടെ കയ്യിൽ വെള്ളരിക്കുണ്ട്, എൻ്റെ കയ്യിൽ മത്തങ്ങയുണ്ട്. നിങ്ങൾ എനിക്ക് വെള്ളരിക്ക തരാം, ഞാൻ നിങ്ങൾക്ക് മത്തങ്ങ തരാം. ബാർട്ടർ സിസ്റ്റമാണ്. അതാണ് അതിൻ്റെത്. ഒരാൾക്ക് എന്താണ് കൂടുതലുള്ള മറ്റുള്ളവർക്ക് അവരെല്ലാം എന്താ കൂടുതൽ നമുക്ക് തരാം. അങ്ങനെ നമ്മൾ അന്യോന്യം ആർട്ടിഫിഷ്യൽ വേ അല്ലാണ്ട് വളരെ നാച്ചുറലായിട്ട് സിമ്പിൾ ലൈഫ്, കോംപ്ലിക്കേറ്റഡ് ചെയ്യാൻ പാടില്ല നമ്മുടെ ലൈഫ്. ഒരുപാട് ആധുനിക കാര്യങ്ങളും, അതായത് അപ്ലയൻസസും ഗാഡ്ജറ്റ്സും ഇതൊക്കെ നമ്മൾ ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് നിവൃത്തിയില്ല. നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ ഇതെല്ലാം ഉപയോഗിച്ചേ പറ്റൂ. അത്രയും ഹൈടെക്കായി, അത്രയും ബിസി ലൈഫായി. കാരണം നമ്മൾ പറക്കം പായാണ്. എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. രാവിലെ മുതൽക്ക് രാത്രി വരെ കഴുതകൾ ജോലി ചെയ്യുന്ന പോലെ ജോലി ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ ആർക്കും അറിയില്ല. എല്ലാവരും സുഖത്തിന്റെ അന്വേഷണത്തിലാണ്. എന്നിട്ട് ആർക്കെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ? ഇത്രയും അഡ്വാൻസ്മെന്റ്, മെറ്റീരിയൽ അഡ്വാൻസ്മെന്റ് ആർക്കും അസുഖം കൂടുന്നു, ടെൻഷൻ കൂടുന്നു, അല്ലേ? ഇതല്ലാണ്ട് എന്താ കിട്ടുന്നത്? ഈ മോഡേൺ ലൈഫ് കൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നു ചേരുന്നു. പ്രോപ്പർ ലൈഫിൽ പ്രോപ്പർ സ്ലീപ്പിംഗ് ടൈമില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണ രീതികളില്ല. എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു, ജങ്ക് ഫുഡ് കഴിക്കുന്നു, ഉറക്കം ശരിക്കും. ഇപ്പൊ രാത്രി ഉണ്ടോ 24 മണിക്കൂറും IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 24 മണിക്കൂറും രാത്രിയില്ല, പകലില്ല. അവർക്ക് ഒരു സിസ്റ്റം ഇല്ല, ഒരു ഡിസിപ്ലിൻ ഇല്ല.
നമ്മളുടെ ശരീരത്തിന് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഇപ്പൊ ഇന്നിപ്പോ ഞാൻ 8 മണിക്ക് ഭക്ഷണം കഴിച്ചു വിചാരിക്കുക, നാളെ 8 മണിക്ക് എൻ്റെ ശരീരം ആവശ്യപ്പെടും ഭക്ഷണം. ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അല്ലേ? ഇന്ന് ഞാൻ 6 മണിക്ക് ഉറങ്ങിയാൽ നാളെ 6 മണിക്ക് എനിക്ക് എൻ്റെ ശരീരം പറയും ഉറങ്ങേണ്ട സമയമേ ഉറങ്ങണമെന്ന്. അപ്പൊ നമ്മൾ ഞാൻ ജബർദസ്തി പിടിച്ചിട്ട് ഫോഴ്സ്ഫുള്ളി ഉറങ്ങാതിരിക്കുമ്പോൾ എന്താ, നമ്മളുടെ ഇതെല്ലാം താളം തെറ്റുന്നു. അപ്പൊ ബോഡി കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ടെൻഷൻ, നമുക്ക് സമാധാനമില്ല. അപ്പൊ അങ്ങനെ മോഡേൺ ലൈഫ് കഴിയുന്നതും കുറച്ച് വളരെ നേച്ചുറലായിട്ട് ഡിസിപ്ലിൻഡ് റെഗുലേറ്റഡ് ലൈഫ്, ഒരു നേച്ചുറൽ ലൈഫ് കൊണ്ട് നടക്കാനുള്ള ഒരു വിദ്യ, ആ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. അതാണ്. ഓക്കെ മാതാജി. വേറെ എന്തെങ്കിലും പോയിന്റ്സ്? ഇല്ല, എന്തെങ്കിലും പോയിന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിൽ പോവാം. ശ്ലോകം ചൊല്ലിയിട്ടില്ല ഇന്നത്തെ. എന്താ പറഞ്ഞ? ഇന്നത്തെ ശ്ലോകം ചൊല്ലി പറഞ്ഞിട്ടില്ല. ആ, അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വല്ല ഉണ്ടോ? ഓക്കെ, ഒരു മിനിറ്റ്. എൻ്റെ ഷെയറിങ് കാണുന്നുണ്ടോ? വെരി ഗുഡ്. കാണുന്നുണ്ട് പ്രഭു. മാതാജി, സന്ധ്യ മാതാജി ശ്ലോകം ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ചതുർവിധ ഭജന്തേ മാം ജ്ഞാനി ജ സുഹൃതി. ചതുർവിധ ഭജന്തേ മാം ജന സുഹൃദേന അർജുന. അർത്ഥോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ ഭരതർഷഭ. ഹേ ഭരതകുലശ്രേഷ്ഠ, സുഹൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ജ്ഞാനി, ധനകാംക്ഷി, അർത്ഥാർത്ഥി. ജ്ഞാനി, ധനകാംക്ഷി, ധനകാംക്ഷി. ജ്ഞാനി, ധനകാംക്ഷി, പെട്ടെന്ന് പോയി ഓർമ്മ. ആർത്തോ, ഡിസ്ട്രസ്ഡ്. ആർത്തോ എന്താ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്? യെസ്, പറയൂ മാതാജി. മാതാജി. ഇല്ല മാതാജി, പ്രവിധി ഞാനും ചെല്ലാണ്ടെന്ന് പറയായിരുന്നു. ഏതിന്റെ അർത്ഥം ചോദിച്ചു? ദുഃഖിതർ. ആർത്തോ ദുഃഖിതർ. ദുഃഖിതർ. ദുഃഖിതർ, ജിജ്ഞാസു, ധനകാംക്ഷി, ജ്ഞാനി. പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. ഓക്കെ, മംഗളമാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചതുർവിധോ ഭജന്തേ മാം ജന ഭരതർഷഭ. അല്ല, സോറി. ചതുർവിധ ഭജന്തേ മാം ജന സുഹൃദിനോ അർജുന. അർത്ഥോ അർത്ഥാർത്ഥ ജിജ്ഞാസി ജ്ഞാനിനച്ച ഭരതർഷഭ. 4 കൂട്ടരാണ് എന്നെ ശരണം പ്രാപിക്കുന്നവർ. അവര് അർത്ഥോ ദുഃഖിതര്, ധനകാംക്ഷികൾ, ജിജ്ഞാസുക്കള്, ജ്ഞാനികൾ. അടുത്ത ആഴ്ചക്ക് 7.19 ആണ്.
ബഹൂനാം ജന്മനാം അന്തെ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവം ഇതി സ മഹാത്മസു ദുർലഭ. ബഹൂനാം ജന്മനാം അന്തെ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവം ഇതി സ മഹാത്മസു ദുർലഭ. ഓക്കെ, ശ്യാമള മാതാജി ചൊല്ലു. ഹരേ കൃഷ്ണ. ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവം സർവമിതി സ മഹാത്മാസു ദുർലഭ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ബഹൂനാ ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാസു ദുർലഭ. ഹരേ കൃഷ്ണ. സന്ധ്യ മാതാജിന്റെ വിവർത്തനം അയച്ചോളൂ. അസംഖ്യം ജനന മരണങ്ങൾക്കു ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്. കാരണങ്ങൾക്കും കാരണബോധനും സർവവ്യാപിയുമെന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്. ഹരേ കൃഷ്ണ. ഇതില് ഭഗവാൻ നമ്മൾ പലതവണ ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും സംക്ഷിപ്ത രൂപത്തിൽ പറഞ്ഞുതരാം. ബഹുനാം ജന്മം, ആഫ്റ്റർ മെനി ബർത്ത്, ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം, കാരണം നമ്മൾ ഒരു ബർത്ത് അല്ല, പല തവണയും നമ്മൾ ജനിച്ചും മരിച്ചും പോയിട്ടുണ്ട്. പല യോനികളിൽ കൂടി പല തവണയും നമ്മൾ വൃക്ഷങ്ങളായിരുന്നു, നമ്മൾ പക്ഷികളായിരുന്നു, മത്സ്യങ്ങളായിരുന്നു, കൃമികീടങ്ങളായിരുന്നു, മൃഗങ്ങളായിരുന്നു, മനുഷ്യരായിരുന്നു, ദേവതരമായ ആയിരുന്നു, അതുകൂടി ഉണ്ട്. ഡെമിഗോഡ്സ് ആയിരുന്നു, കിന്നരന്മാരായിരുന്നു, ഗന്ധർവന്മാരായിരുന്നു. ഓക്കെ, ഇതെല്ലാം ഒരു പ്രാവശ്യമില്ല, മൾട്ടിപ്പിൾ ടൈംസ്, ഒരുപാട് തവണ കറങ്ങിക്കൊണ്ടിരുന്നിട്ട് അവസാനം വീണ്ടും ഏറ്റവും മെച്ചപ്പെട്ട, ഏറ്റവും ഉതകുന്ന ഒരു യോനിയിലാണ് നമ്മളുള്ളത്. ഏതാണ്? മനുഷ്യയോനി. നമ്മൾ മനുഷ്യന്റെ ഈ ജന്മം വീണ്ടും കിട്ടിയിരിക്കുകയാണ്. എത്രയോ തവണ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയോ തവണ നമ്മൾ മറ്റു യോനികളിലും നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്, ജനിച്ചും മരിച്ചും. ബഹുനാം ജന്മനാമന്തി. അപ്പൊ അങ്ങനെ വീണ്ടും നമുക്ക് കിട്ടിയ ഈ അവസരം നമ്മൾ പാഴാക്കാൻ പാടില്ല. അങ്ങനെ ഈ മനുഷ്യജന്മം വളരെ വളരെ വിലപ്പെട്ടതാണ്. ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഭഗവാനെ സമർപ്പണം ചെയ്യണം, ഭഗവാന് ശരണം പ്രാപിക്കണം. ഓക്കെ, എന്താ ഭഗവാൻ ഞാനാണ് എല്ലാറ്റിന്റെയും കാരണം, ഞാനാണ് എല്ലാറ്റിന്റെയും കാരണഭൂതൻ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനത്തുള്ള ഒരു ആത്മാവ് വളരെ വളരെ കുറവാണെന്ന് പറയുന്നത്. എത്ര ജന്മം കിട്ടിയാലും ഈ തത്വം മനസ്സിലാക്കാത്ത ആൾക്കാരും മിക്ക ആൾക്കാരും, അതായത് എല്ലാ കാരണത്തിന്റെയും കാരണഭൂതൻ ഞാനാണ്, അതായത് ഭഗവാനാണ് എല്ലാ കാരണത്തിന്റെയും കാരണഭൂതൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. എത്ര തന്നെ ജന്മം എടുത്താലും എന്നിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ല. മനുഷ്യജന്മം കിട്ടിയിട്ടും. മനുഷ്യജന്മം കിട്ടിയതിന്റെ ഉദ്ദേശം തന്നെ മനുഷ്യൻ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതുണ്ട്. പക്ഷെ അത് മാത്രം ചെയ്യുന്നില്ല, അവനവന്റെ ഇന്ദ്രിയ ഭോഗത്തില് മുഴുകി ജീവിക്കുകയാണ്. അപ്പൊ അങ്ങനെ മനുഷ്യജന്മം കിട്ടിയാലും പോരാ, ഇതിലൊരു ഭക്തനാവണം, ഇതിന് ഭഗവാനാണ് ഇതിലെല്ലാം കാരണഭൂതൻ എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുക. അങ്ങനെ ആ തലത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി വളരെ വളരെ വിരളമാണ് എന്ന് പറയുന്നത്. വെരി വെരി റയർ അല്ലേ? ഇവിടെ എന്താണ് പറയുന്നത്? സ മഹാത്മസു ദുർലഭ. അങ്ങനത്തെ ഒരു മഹാത്മാവ് ദുർലഭമാണ്. ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ അതിനെ പറ്റിയിട്ട്? ഈ ശ്ലോകത്തിനെ പറ്റി വല്ല ചോദ്യങ്ങളുണ്ടോ, കമന്റ്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വീക്ക്ലി ശ്ലോകത്തിലേക്ക് പോവാം. ഏതാണ് അടുത്ത ശ്ലോകം? നമ്മുടെ 3rd ചാപ്റ്ററിൽ ആണ് പ്രബുദ്ധിരിക്കാനുള്ളത്. 7 അല്ലേ? 3-7. ഓക്കെ, ശരി. ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, 3-ാം അധ്യായം കർമ്മയോഗ, 7-ാമത്തെ ശ്ലോകം.
യസ്തുന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയ കർമ്മയോഗം അസക്താ സ വിശിഷ്യതേ. യസ്തു ഇന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയേ കർമ്മയോഗം അസക്താ സ വിശിഷ്യതേ. ഓക്കെ സ്മിത മാതാജി. ഹരേ കൃഷ്ണ. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗമസക്തോ അസക്താ സ വിശിഷ്യതേ. ഹരേ കൃഷ്ണ. അതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കൂ മംഗള മാതാജി. ഹരികൃഷ്ണ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തന നിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ. On the other hand, if a sincere person tries to control the active senses by the mind and begins karma yoga in Krishna consciousness without attachment, is by far superior. അപ്പൊ നമ്മൾ ഇതിന്റെ മുമ്പിലത്തെ ശ്ലോകത്തിൽ കണ്ടു, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഇന്ദ്രിയ വിഷയങ്ങളിലെ ആസക്തി നമുക്കുണ്ടായിരുന്നു. ഫോഴ്സ്ഫുള്ളി നമ്മൾ കൺട്രോൾ ചെയ്യാം. അപ്പൊ അത് ലോവർ നല്ലതാണ്, പക്ഷെ നമുക്ക് അവിടെ ജയം കിട്ടില്ല. അങ്ങനെ തുടർന്നിട്ട് പറയാണ്, ഇപ്പൊ പറയുന്നത് ഭഗവാൻ പറയുന്നത് ഓൺ ദ അതർ ഹാൻഡ്, നേരെ മറിച്ച് ഒരു വ്യക്തി നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാം നമ്മൾ മനസ്സിനെ കൊണ്ട്. അപ്പൊ അവിടെ ബൈ ദ മൈൻഡ്. കുട്ടികളെ ആര് കൺട്രോൾ ചെയ്യണം? അച്ഛനമ്മയും അല്ലേ? കാരണം അവർക്ക് മെച്യൂരിറ്റി സ്റ്റേജ് വന്നിട്ടില്ല, പക്വത വന്നിട്ടില്ല, എന്ത് ശരി എന്ത് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം അവർക്ക് വന്നിട്ടില്ല. അപ്പോൾ ഒരു 12 വയസ്സ് അവർക്ക് മെച്യൂരിറ്റി ഏജ് വരുന്നവരെ കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ, എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം? അച്ഛനും അല്ലേ? ഒരു ഓഫീസിലെ ഒരു എംപ്ലോയി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം മാറ്റിയെടുക്കണം, സ്വയം ഏറ്റെടുത്താലും ശരി. അതിന്റെ അക്കൗണ്ടബിലിറ്റി ആ ഓഫീസ്, ആ ഡിപ്പാർട്ട്മെന്റ് മാനേജറാണ്. അൾട്ടിമേറ്റ്ലി അത് ഓണറുടെ കയ്യിൽ വരും. ആരാണ് റെസ്പോൺസിബിൾ അല്ലേ? അപ്പോൾ അതേപോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ റെസ്പോൺസിബിൾ ഹെഡ് ആരാണ്? ഇന്ദ്രിയങ്ങൾക്ക് പക്വത വന്നിട്ടില്ല, മെച്യൂരിറ്റി ഇല്ല. അതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, കണ്ണ് ചോദിച്ചുകൊണ്ടേയിരിക്കും, എനിക്ക് അത് കാണണം, എനിക്ക് ഇത് കാണണം, അവിടെ പോകണം, ഇവിടെ പോകണം, എത്ര ഭംഗിയാണ് കണ്ടോ, അവിടെ പോകണം, കൊടൈക്കനാൽ പോകണം, ഊട്ടിയിൽ പോകണം, സിംലയിൽ പോകണം, സ്വിറ്റ്സർലാൻഡിൽ പോകണം, ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതായത് കാണണം. എസ്പെഷ്യലി നമ്മുടെ കൂട്ടുകാരന്മാരോ അല്ലെങ്കിൽ കൂട്ടുകാരികളൊക്കെ വന്ന് പറയുന്നുണ്ടോ, സ്വിറ്റ്സർലൻഡ് ബ്യൂട്ടിഫുൾ, കാശ്മീർ ബ്യൂട്ടിഫുൾ, അവിടെ പോയേ പറ്റൂ, പോയിട്ടില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ 50% പോയി. ഇത് പറയുമ്പോൾ ഉടനെ നമുക്ക് നമ്മുടെ കണ്ണുകൾ ആഗ്രഹിക്കും ആ സ്ഥലങ്ങളെല്ലാം കാണാൻ അല്ലേ? അപ്പോ ആ കണ്ണിന്റെ മാസ്റ്റർ ആരാണ്? ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രിക്കുന്ന മനസ്സല്ലേ? മനസ്സ്. ഓക്കെ, അപ്പൊ ഈ കണ്ണ് എന്നുള്ള ഒരു ഇന്ദ്രിയമാണ്, പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു ഇന്ദ്രിയമാണ് കണ്ണ് അല്ലേ? അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അത് കാണണം, എനിക്കിത് കാണണം. അങ്ങനെ ഓരോ അല്യൂർമെന്റ്സ്, ഓരോ പ്രലോഭനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്നും സോഷ്യൽ സർക്കിളിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ അതിനെപ്പറ്റി വിവരിക്കുകയാണ്. അയ്യോ, നിങ്ങൾ അവിടെ പോയിട്ടില്ലേ? ഇല്ല. എന്നാ കഴിഞ്ഞു. പിന്നെ ജീവിതത്തിൽ എന്താ കണ്ടത്? 50% നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായി. അപ്പൊ അതും കൂടി കേൾക്കുമ്പോ എന്താണ്? മനസ്സ് വിചാരിക്കും, അയ്യോ, അതെ, കണ്ണ് ആഗ്രഹിക്കുന്നു, മനസ്സ് അതിനെ സബലീകരിച്ച് കൊടുക്കുന്നു. അപ്പൊ മനസ്സാണ് നമ്മളെ ഡ്രാഗ് ചെയ്തിട്ട് കാശ്മീരിൽ കൊണ്ടുവന്നത്. നമ്മളുടെ ശരീരം കണ്ണ് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, മനസ്സാണ് നമ്മളെ അവിടേക്ക് എത്തിക്കുന്നത്. കണ്ണിന് കാശ്മീർ പോകാൻ പറ്റുമോ ഒറ്റയ്ക്ക്? ഇല്ല. മനസ്സ് നമ്മുടെ ശരീരത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്
നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മൾ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങുന്നു, അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും അവിടെ കാശ്മീർ പോകുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ മാസ്റ്റർ ആരാണ്? മൈൻഡ്. അത് ചെവി ആയിക്കോട്ടെ, ചെവിക്ക് നല്ല സൗണ്ട്, ആ സൗണ്ട് കേൾക്കണം. സൗണ്ട് പറഞ്ഞാൽ ഡിപ്പെൻസ്. ചില ആൾക്കാർക്ക് അസഭ്യം പറയുന്നതായിരിക്കും ഇഷ്ടം, മോഡ് ഓഫ് ഇഗ്നോറൻസ്, അബ്യൂസീവ് വേർഡ്സ്, ഓക്കെ, മനുഷ്യന് കേൾക്കാൻ കൊള്ളാത്ത അങ്ങനെയുള്ള പല വാക്കുകളും ഉപയോഗിച്ചിട്ടുള്ള സംസാരം, അത് തമോ ഗുണത്തിലുണ്ട്. ഓക്കെ, അപ്പൊ ചെവിക്ക് അത് കേട്ടിട്ട് അതായിരിക്കും ഇഷ്ടം. ഓക്കെ, ചില ആൾക്കാർക്ക് രജോ ഗുണത്തിലുള്ള സംസാരമായിരിക്കും, ചില ആൾക്കാർക്ക് സത്വഗുണത്തിലുള്ള സംസാരമായിരിക്കും. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ആതുരാണ് അവര്, അല്ലേ? അപ്പൊ ഇത് മനസ്സെന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും, റിജക്റ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും, റിജക്റ്റ് ചെയ്യും. മനസ്സ് എന്താണ്? നമ്മളുടെ ഏത് ഗുണത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതനുസരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യും, റിജക്റ്റ് ചെയ്യും. തമോ ഗുണത്തിലാണെങ്കിൽ അതനുസരിച്ചിട്ട് ഉള്ള ആഗ്രഹങ്ങളാണ് ഇരിക്കുന്നത്. രജോ ഗുണത്തിലാണെങ്കിൽ അതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അപ്പോൾ ഇതിന് അതിനും മീതെയാണ് ഇന്റലിജൻസ്. അപ്പൊ ഇന്റലിജൻസ് എന്ത് ചെയ്യുന്നു? ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. അതിന് വിവേചനം, ഏത് ശരി, ഏത് തെറ്റ്, ഏത് എടുക്കണം, ഏത് എടുക്കണം. അപ്പൊ ഇന്റലിജൻസിന്റെ ഇൻസ്ട്രക്ഷനോട് കൂടി മൈൻഡ് അവിടെ വർക്ക് ചെയ്യണം. അത് വേണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഇന്റലിജൻസ് ആണ്. എന്നിട്ട് നമ്മളുടെ ആ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടുന്ന ആ കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് സിൻസിയർ പേഴ്സൺ ട്രൈസ് ടു കൺട്രോൾ ദ ആക്റ്റീവ് സെൻസസ് ബൈ ദ മൈൻഡ് ആൻഡ് ദ മൈൻഡ് ഷുഡ് ബി കൺട്രോൾഡ് ബൈ ദ ഇന്റലിജൻസ്. അതിവിടെ പറഞ്ഞിട്ടില്ല, അത് ഓക്കെ, അതാണ് അതിന്റെ ഹൈറാർക്കി. അപ്പോൾ മനസ്സ് കൺട്രോൾ ചെയ്യണം. ആൻഡ് ബിഗിൻസ് കർമ്മയോഗ. എന്നിട്ട് നമ്മൾ കർമ്മയോഗ ചെയ്യണം കൃഷ്ണാവബോധത്തിൽ. കർമ്മയോഗ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്കല്ല, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. വിത്തൗട്ട് അറ്റാച്ച്മെന്റ്, യാതൊരു ആസക്തി ഇല്ലാതെ. ഹീസ് ബൈ ഫാർ സുപ്പീരിയർ. ആ ഒരു വ്യക്തി മറ്റ് ഇതിനു മുമ്പ് പറഞ്ഞ 2-3 കാര്യങ്ങളിലും സുപ്പീരിയർ ആണ്. ഈസ് ദ ടോപ്പ് മോസ്റ്റ് പറഞ്ഞിട്ടില്ല, ഈസ് ദ അൾട്ടിമേറ്റ് പറഞ്ഞിട്ടില്ല. കാരണം ഇനി നമുക്ക് പ്രോഗ്രസ് ആവാനുണ്ട്, ആ ഉന്നത തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ ഈസ് ബൈ ഫാർ സുപ്പീരിയർ എന്നാണ് പറയുന്നത് ഭഗവാൻ. അപ്പൊ അർജുനോട് പറഞ്ഞു കൊടുക്കണം ഏതൊക്കെ തലത്തിലേക്ക് ഒക്കെ ഭഗവാൻ, അതായത് അർജുനന്റെ പരിമിതികൾ എന്താണ് അർജുനൻ ലാക്ക് ചെയ്യുന്നത് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ബിക്കമിങ് സ്യൂഡോ ട്രാൻസെൻഡന്റ്, എന്താ സ്യൂഡോ ട്രാൻസെൻഡന്റ്? അതായത് കപട വേഷധാരികൾ, എക്സ്റ്റേണൽ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇന്റേണലി എല്ലാ ആഗ്രഹങ്ങളും വെച്ച് പുലർത്തുന്ന ആൾക്കാർ. സ്യൂഡോ ട്രാൻസെൻഡന്റലിസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് wanton living and sense enjoyment. It is far better to remain in one's own business and execute the purpose of life, which is to get free from material bondage and to enter into the kingdom of God. അപ്പൊ നമ്മൾ വെറുതെ അഭിനയിക്കുന്നതിനേക്കാളും നമ്മൾ എന്താണോ അത് ചെയ്യുക. നമ്മൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല, അതാണ് ബെറ്റർ. ഞാൻ ഒരു അറിവുള്ള മനുഷ്യനാണെന്ന് അഭിനയിക്കുക. എനിക്ക് അറിവില്ല, പക്ഷെ നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുക, എനിക്ക് അതറിയാം ഇതറിയാം, അങ്ങനെ പല പല ടേംസ് ഓഫ് ടെർമിനോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് അവിടുന്ന് ഇവിടുന്ന് കടത്ത്. പക്ഷെ അത് ഞാൻ ഉൾക്കൊണ്ടിട്ടില്ല, ഞാൻ അത് അസിമുലേറ്റും ചെയ്യുന്നില്ല, അത് പ്രാവർത്തി. യു വാക്ക് ദ ടോക്ക്. നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അത് നമ്മൾ ചെയ്യണം. ആചാർ പ്രചാർ. പക്ഷെ ആചാർ മാത്രമേ ഉള്ളൂ പ്രചാരം മാത്രമേ ഉള്ളൂ, ആചാരില്ല. അത് കാര്യമില്ല. അപ്പൊ അത് അഭിനയം. അപ്പൊ അങ്ങനത്തെ അഭിനയിക്കുന്ന ആൾക്കാരെക്കാൾ എത്രയോ ബെറ്റർ ആണ് അവനവൻ ഏത് ഗുണത്തിലാണോ അത് നമ്മൾ പ്രോപ്പർലി ഏത് വർണ്ണത്തിലാണോ അതിലത്തെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് പതുക്കെ ഗ്രാജ്വലി ഇംപ്രൂവ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്വധാമത്തിലേക്ക്, ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ പ്രൈം സ്വാർത്ഥഗതി ഓർ ഗോൾ ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് ഈസ് ടു റീച്ച് വിഷ്ണു. അപ്പൊ നമ്മൾ സ്വാർത്ഥം എപ്പോഴും പറയുന്നത്, സ്വാർത്ഥം നല്ലതാണോ ചീത്തയാണോ? അല്ല, എന്താ പറഞ്ഞ സ്വാർത്ഥം പറഞ്ഞ സെൽഫിഷ്നെസ് നല്ലതാണോ? എപ്പോഴും പറഞ്ഞു ഷീസ് വെരി സെൽഫിഷ്, ഈസ് വെരി സെൽഫിഷ്. സ്വാർത്ഥം, ഭയങ്കര സ്വാർത്ഥം. മുന്നേ പറഞ്ഞു, ഭക്തിയുടെ കാര്യത്തിലും ഭഗവാന് വേണ്ടിയിട്ടുള്ള കാര്യത്തിലും നല്ലതാണ്. ഭക്തിക്ക് നമ്മൾ സ്വാർത്ഥം, അതാണ് ഇവിടെയും പറയുന്നുണ്ട്. സ്വാർത്ഥഗതി, ദ പ്രൈം സ്വാർത്ഥഗതി, നമ്മളുടെ സെൽഫ് ഇൻട്രസ്റ്റ് എന്തായിരിക്കണം? ഈസ് ടു റീച്ച് വിഷ്ണു. ഭഗവാൻ വിഷ്ണുവിനെ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വാർത്ഥഗതി.
The whole institution of Varna and Ashrama is designed to help us reach the goal of life. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വർണ്ണാശ്രമം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ ലക്ഷ്യത്തിലെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ലക്ഷ്യം? ടു റീച്ച് വിഷ്ണു, ഗോൾ ഓഫ് ലൈഫ്. നമ്മുടെ ലക്ഷ്യം സബലീകരിക്കാൻ വേണ്ടിയിട്ടാണ്. A householder can also reach this destination by regulated service in Krishna. അപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും ഈ ലക്ഷ്യത്തിൽ എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ വർണ്ണമാശ്രമം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൃഷ്ണ കോൺഷ്യസ് ആ പാത്തിലൂടെ, ആ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മതി. അത് ഉൾക്കൊണ്ട് അത് പ്രകാരം ജീവിച്ചാൽ മതി. ഏത് വർണ്ണത്തിലായിക്കോട്ടെ, ഏത് ആശ്രമത്തിലായിക്കോട്ടെ, അത് സഞ്ചരിക്കാം. So for self-realization, one can live a controlled life as prescribed in the Shastras and continue carrying out his business without attachment and in that way make progress. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെഗുലേറ്റഡ് ആയിട്ടുള്ള ആ ജീവിതം നയിക്കണം. ഓക്കെ, അങ്ങനെ അത് ഏത് പ്രകാരം? ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രകാരം. നമ്മളുടെ ബിസിനസ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ യാതൊരു ആസക്തി ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും will make progress. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് ലാഡർ ആണത്. പ്രോഗ്രസീവ് ലാഡർ എന്ന് പറഞ്ഞാൽ ഒരു ലാഡർ, ഒരു കോണി എന്തിനാണ്? സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് വെച്ചു, രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചു, മൂന്നാമത്തെ, അങ്ങനെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിലെത്തി. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മം ഇൻ ഇറ്റ് സെൽഫ് ഈസ് നോട്ട് സ്പിരിച്വൽ, ഇറ്റ് ഈസ് മെറ്റീരിയൽ. പക്ഷെ അത് നമ്മളെ നയിക്കുന്നത് സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിലേക്കാണ്. So a sincere person who follows this method is far better situated than the false pretender who adopts show bottle spiritualism. So Prabhupada using the terminology beautiful ആണ്, show bottle. Okay, the same old wine in a new bottle. പറയുന്നില്ലേ? എല്ലാം ഗുഡ് പാക്കേജിങ്. ഇന്നത്തെ കാലത്ത് എന്താണ്? പാക്കേജിങ്ങിലാണ് കിടക്കുന്നത്. ഭക്ഷണം എങ്ങനെ ആയിക്കോട്ടെ, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് അതിന് വെക്കുമ്പോൾ ഓ അത് കണ്ടാൽ തന്നെ വയറ് നിറഞ്ഞു പറയും. കാണുമ്പോൾ അല്ലേ, കാണുന്ന ആ സമയം കൊണ്ട് നമ്മുടെ വയറ് കാണിച്ചാൽ നമ്മൾ എന്തായാലും കണ്ണുകൊണ്ട് ആസ്വദിക്കുന്നു. അത് രുചിച്ചിട്ടില്ല, അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ നമ്മൾ വയറ് നിറഞ്ഞു പറഞ്ഞു. അപ്പം പാക്കേജിങ്ങിലാണ്, പ്രസൻറ്റേഷനാണ് എന്നത് കാര്യം. ഇപ്പോൾ ഏതൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ പോയി എല്ലാം പ്രസൻറ്റേഷനാണ്, എല്ലാം പവർ പോയിന്റ് പ്രസൻറ്റേഷനാണ്. ഉള്ളിലൊന്നുമില്ല, ഒക്കെ പൊള്ളയാണ്. പക്ഷെ എന്താ, എല്ലാം കാണിച്ചു കൂട്ടലാണ്. അപ്പൊ അങ്ങനെ ഷോ ബോട്ടിൽ സ്പിരിച്വലിസമാണ്. ഇന്നെല്ലാം അഭിനയിക്കുകയാണ്. ഉള്ളിലൊന്നുമില്ല, ഉള്ളിൽ ഭക്തിയൊന്നുമില്ല. ഞാനും ഭക്തനാണ് എന്നുള്ള അഭിനയം. പക്ഷെ ശരിക്ക് ഭക്തിയുണ്ടോ ചോദിച്ചാൽ ഇല്ല. അപ്പൊ അങ്ങനെ പ്രിറ്റൻഡേഴ്സിന് ഇതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ എവിടെയാണോ, ഏത് സ്ഥാനത്താണോ, ഏത് സിറ്റുവേഷനിലാണോ, ഏത് കണ്ടീഷനിലാണോ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഭക്തി പ്രാക്ടീസ് ചെയ്യുക എന്നാ പറയുന്നത്. ടു ചീറ്റ് ദ ഇന്നസെന്റ് പബ്ലിക്. എന്തിനാണ്? മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മാറിപ്പോണം. അപ്പൊ ഒരു ബ്യൂട്ടിഫുൾ അനാളജിയാണ് ഇവിടെ പ്രഭാത് പറയുന്നത്. എ സിൻസിയർ സ്വീപ്പർ ഇൻ ദ സ്ട്രീറ്റ് ഈസ് ഫാർ ബെറ്റർ ദാൻ the charlatan meditator who meditates only for the sake of making a living. Okay, beautiful അല്ലേ? അതായത് ഒരു നമ്മളുടെ സ്ട്രീറ്റിലുള്ള, നമ്മുടെ തെരുവിലുള്ള ഒരു തൂപ്പുകാരൻ എത്രയോ ബെറ്ററാണ് ചാർലട്ടൻ മെഡിറ്റേറ്റർ. പറഞ്ഞാൽ നമ്മുടെ വയറ്റുപഴുപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു യോഗിയാണ്, ഞാനൊരു സാധുവാണ് എന്ന് അഭിനയിക്കുന്ന ആളെക്കാട്ടിലും എത്രയോ ഉയർന്ന തലത്തിലാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു തൂപ്പുകാരൻ എന്നാണ് പറയുന്നത്. അവിടെ കപടത്തരമില്ല, ഇവിടെ കപടത്തരാണല്ലോ. ഭക്തി അല്ലെങ്കിൽ യോഗി അല്ലെങ്കിൽ സാധു എന്നെല്ലാം അഭിനയിക്കുകയാണ്, പക്ഷെ ഉള്ളിലൊന്നുമില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? വയറ്റുപഴുപ്പിന് വേണ്ടിയിട്ട്. ബ്യൂട്ടിഫുൾ അല്ലേ? അനാളജിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഭഗവാൻ പറഞ്ഞത്. കപടമായിട്ടുള്ള ഒന്നും കാണിക്കാൻ പാടില്ല. നമ്മള് ഉള്ളിന്നും പുറത്തുനിന്നും ഒരേപോലെ ആയിരിക്കണം. നമുക്ക് ഒരുപാട് ലെയേഴ്സ് ആണ്, ഒരുപാട് ലെയേഴ്സ്.
എന്താണ് ലേയേഴ്സ്? മനസ്സിലൊന്ന് വിചാരിക്കുന്നു, പറയുന്നത് വേറൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്, അല്ലേ? അങ്ങനെ ഡിഫറെന്റ് ലേയേഴ്സ് ആണ്. അത് പാടില്ല. എന്ത് മനസ്സാ വാച കർമ്മണം എല്ലാം ഒന്നായിരിക്കണം. മനസ്സിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് നമ്മൾ സംസാരിക്കണം. ഓക്കെ, എന്താണ് സംസാരിക്കണം അത് പ്രവർത്തിക്കണം. പക്ഷെ അതെന്താണ്, എന്ത് വിചാരിക്കണമെന്ന് അത് നമ്മളെ സത്വഗുണത്തിലുള്ള കാര്യങ്ങളായിരിക്കണം. അപ്പൊ അതിലേക്ക് നമ്മൾ ഉയരണം. അവിടെ എന്തും വിളിച്ച് പറയല്ല. എനിക്ക് മനസ്സ് പറഞ്ഞാണ് ഞാൻ അത് ഞാൻ വിളിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് പറയാം, എവിടെ എന്ത് പറയാം, എങ്ങനെ പറയണം, ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതാണ് തത്വഗുണത്തിലുള്ള സംസാര രീതി, പ്രവൃത്തി രീതി, ചിന്ത, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള എന്താ രജോ ഗുണം, തമോ ഗുണം, അതിൻ്റെ പോരായ്മകൾ എന്താണ്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പറയണം, പറയുന്നു പ്രവർത്തിക്കണം. അപ്പൊ ചിന്ത നമ്മുടെ സത്വഗുണത്തിലായിരിക്കണം. അപ്പൊ സത്വഗുണത്തിൽ ചിന്തയാണെങ്കിൽ നമ്മുടെ സംസാരവും സത്വഗുണത്തിലായിരിക്കും. സംസാരം സത്വഗുണത്തിലാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും സത്വഗുണത്തിലായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഇനി ചോദ്യങ്ങളോ കമന്റ്സോ വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് 8 നിയമം അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, അല്ലേ? നിങ്ങൾക്ക് 1.5 മണിക്കൂറായില്ലേ? പോരെ? അടുത്ത ക്ലാസ്സിൽ പോരെ? നിങ്ങൾക്ക് പണി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാല്ലേ? ഓക്കെ, എല്ലാരും താല്പര്യം. വൈകുന്നേരം ടെമ്പിളിൽ വരുന്നില്ലേ? നിങ്ങളുടെ പണി ഉണ്ടാവില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ വെറുതെ മിണ്ടാതിരിക്കുകയാണ്. ശ്ലോകം കൂടി മറ്റുള്ളവരും കൂടി ചോദിച്ചോളൂ. ആയിക്കോട്ടെ. സ്മിത ശ്യാമള മാതാജി എന്താണ് എന്ത് പറഞ്ഞത്? ഒരു ശ്ലോകം കൂടി എടുക്കണോ അതോ നിർത്തണോ? കാരണം നിങ്ങൾക്ക് വീട്ടിലെ ജോലികളില്ലേ ചോദിക്കാം. ജോലിയും ഇതും നടക്കുന്നുണ്ട്. രണ്ടും കൂടി നടക്കുന്നുണ്ട്. സ്മിത മാതാജി ഓക്കെ ആണോ? എന്നാ ഒരു ശ്ലോകം കൂടി എടുക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് 8. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹി അകർമ്മണാം ശരീരായത്രാപി ചതേ ന പ്രസിദ്ധ്യേത് അകർമ്മണാം. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹി അകർമ്മണാം ശരീരയത്രാപി ചതേ ന പ്രസിദ്ധ്യേത് അകർമ്മണാം. ഓക്കെ, സന്ധ്യ മാതാജി വായിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിയമം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹി അകർമ്മണ ശരീരയത്രാപി ജതേന പ്രസിദ്ധ്യേതി കർമ്മണ. ഓക്കെ, സ്മിത മാതാജി എന്റെ വിവർത്തനം ഒന്ന് വായിക്കും. നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക. നൈഷ്കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം. കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ആർക്കും സാധ്യമല്ല. ഹരേ കൃഷ്ണ. അപ്പോ അർജുനൻ യുദ്ധകളത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഇതാണ് അവനവന്റെ കർമ്മം ചെയ്യാതെ. അപ്പൊ അർജുനോട് പറയുന്ന, അർജുന അതല്ല ചെയ്യേണ്ടത്, പെർഫോം യുവർ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അത് ചെയ്യാനാ പറയുന്നത്. അപ്പൊ ക്ഷത്രിയന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അത് അങ്ങനെ ചെയ്യുന്നതാണ് ചെയ്യാതിരിക്കുന്നതിനേക്കാളും എത്രയും നല്ലത്. പേടിച്ചിട്ട് ഓടിപ്പോവല്ല. നമ്മളുടെ കർമ്മം ചെയ്യാതെ ഒളിച്ചോടുന്നതല്ല നല്ലത്. എന്താണോ അവനോട് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യണം. അതാണ് ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് എന്നാണ് ഭഗവാൻ പറയുന്നത്. വൺ കനോട്ട് ഈവൻ മെയിൻറ്റെയിൻ വൺസ് ഫിസിക്കൽ ബോഡി വിതൗട്ട് വർക്ക്. നമ്മളുടെ ശരീരത്തിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിരിക്കാൻ പറ്റില്ല. നമ്മൾ ജോലി ചെയ്യണം. അതുകൊണ്ട് അർജുന, നീ ജോലി ചെയ്യേ. ഏത് വർണ്ണത്തിലാണോ നീ ഉള്ളത് ആ വർണ്ണത്തിലുള്ള ജോലി ചെയ്യുക. അല്ലാണ്ട് അതിന് ഒളിച്ചോടി പോവല്ല ചെയ്യുക.
എന്നാണ് പറയുന്നത്. നൈഷ്കർമ്മ്യം, ജോലി ചെയ്യാതിരിക്കുക. There are many pseudo meditators who misrepresent themselves as belonging to high parentage and great professional men who falsely pose that they have sacrificed everything for the sake of advancement in spiritual. നമ്മളുടെ പക്വത വരാതെ നമ്മളുടെ ആശ്രമം, ഏത് ആശ്രമത്തിലും നമ്മൾക്കിന്ന് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിളിച്ചോടാൻ പോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരെ, അതായത് കപട വേഷധാരികളെ കാണും. അതെല്ലാം വെറും അഭിനയം മാത്രമാണ്. അവർക്ക് വിജയം കൈവരിക്കാൻ പറ്റില്ല. ഞാനെല്ലാം ആധ്യാത്മിക തലത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരാളാണ്, എനിക്ക് ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു ആർഗ്യുമെന്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ വെറും ഇമ്മെച്യൂരിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. പക്വത ഇല്ലാത്ത ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. ലോർഡ് കൃഷ്ണ ഡിഡ് നോട്ട് വാണ്ട് അർജുന ടു ബിക്കം എ പ്രിറ്റൻഡർ. അർജുനൻ അങ്ങനെ സന്യാസം എടുക്കാനുള്ള പക്വത വന്നിട്ടില്ല, ആ സ്ഥലത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അർജുനോട് പറയുന്ന കൃഷ്ണൻ അങ്ങനെ പക്വത വരാതെ, മെച്യൂരിറ്റി വരാതെ, തയ്യാറാവാതെ സന്യാസം സ്വീകരിക്കണ്ട എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഒരു സമയത്ത് അർജുനൻ പറഞ്ഞില്ല, ഇതെല്ലാം വിട്ടിട്ട് സന്യസിക്കാൻ പോവാന്ന്. അപ്പൊ സന്യാസം അത്ര ചീപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത് എല്ലാവരും. നമ്മളുടെ വീടുകളിലൊക്കെ പല ആൾക്കാരും ഞാൻ ഇതാ കാര്യം എനിക്കെല്ലാം പഠിച്ചു, ഞാൻ സന്യസിക്കാൻ പോകട്ടോ. ചില ആൾക്കാരൊക്കെ പറയുന്നത് എനിക്കൊക്കെ മടുത്ത ജീവിതം എടുത്ത് സന്യസിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ? നമ്മളെല്ലാം റിനൗൺസ് ചെയ്യണം. യാതൊരു മെറ്റീരിയൽ ആഗ്രഹങ്ങളും പാടില്ല. ഇതെന്താ കുട്ടികളിയാണോ? സന്യസിക്കാന്ന് പറഞ്ഞാൽ എത്രയോ തപസ്യ ചെയ്തിട്ടാണ് ഒരാൾക്ക് സന്യസിക്കാൻ പറ്റുള്ളൂ. എത്രയോ കാലത്തെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് സന്യസിക്കാൻ പറ്റുള്ളൂ. സെൻസസ് ആയിട്ട് ഇന്ദ്രിയങ്ങളുടെ യാതൊരു അറ്റാച്ച്മെന്റും പാടില്ല. ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ ചീപ്പല്ല. ഇറ്റ്സ് എ സീരിയസ് ബിസിനസ്. തപസ്യകൾക്കേ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഞാൻ എന്താ എന്ന് പറഞ്ഞാൽ ഞാൻ സന്യസിക്കാൻ പോകും, ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോകും. ഇത് കുട്ടിക്കളിയല്ലാന്ന്. അപ്പൊ ഇതെല്ലാം അത് ഒന്നും അറിയാത്ത ആൾക്കാര്, ഒരു ഗന്ധവും ഇല്ലാത്ത ആൾക്കാര് അങ്ങനെ സംസാരിക്കും. അവർ പ്രിറ്റൻഡർ ആവാൻ പാടില്ല അർജുന എന്നാ പറയുന്നത്. Rather, the Lord decided that Arjuna perform his prescribed duties as set forth for Kshatriya. ക്ഷത്രിയന്മാരുടെ ധർമ്മം എന്താണ്, അതാണ് അർജുനനോട് ഭഗവാൻ ചെയ്യാൻ പറയുന്നത്. അർജുന വാസ് എ ഹൗസ് ഹോൾഡർ. ക്ഷത്രിയനും ഉപരിയായിട്ട് ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ഉത്തരവാദിത്വമുള്ള മറ്റു കുടുംബാംഗങ്ങളുള്ള ഒരു വ്യക്തിയാണ് അർജുനൻ. ആൻഡ് മിലിറ്ററി ജനറൽ. ആൻഡ് therefore it was better for him to remain as such and perform his religious duties as prescribed for the household. അപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെല്ലാം ധർമ്മങ്ങൾ ചെയ്യണം, അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കേണ്ട ആ ഒരു വ്യക്തി സന്യാസം എടുക്കാൻ പാടില്ല എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. Such activities gradually cleanse the heart of a mundane man and free him from material contamination. അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പതുക്കെ നമ്മളുടെ ശുദ്ധീകരണം നടക്കുന്നതും അങ്ങനെ ഈ കൽമശങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മുക്തി കിട്ടുന്നതും. So-called renunciation for the purpose of maintenance is never approached by the Lord nor by any religious scripture. അപ്പൊ അങ്ങനെ അസമയത്തുള്ളത്, തയ്യാറാവാത്ത, പക്വത വരാത്ത ഒരു റിനൻസിയേഷൻ നമ്മുടെ ഗ്രന്ഥങ്ങളിലോ നമ്മുടെ ആചാര്യന്മാരോ ഭഗവാനോ നിർദ്ദേശിച്ചിട്ടില്ല. After all, one has to maintain one's body and soul together by some work. നമ്മളുടെ ശരീരത്തെയും നമ്മളുടെ ആത്മാവിനെയും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. What should not be given up capriciously. Abruptly നമ്മുടെ ഈ കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. വിത്തൗട്ട് പ്യൂരിഫിക്കേഷൻ, നമ്മുടെ ശുദ്ധീകരിക്കാതെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാതെ നമ്മളെ ഒരു ജോലി നിർത്താൻ പാടില്ല. Anyone who is in the material world is certainly possessed of the impure propensity for lording it over material nature, or in other words for sense satisfaction. അപ്പൊ എല്ലാവരും ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും, ആസക്തിയുള്ള എല്ലാവരും, ഇന്ദ്രിയഭോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ മെറ്റീരിയൽ നേച്ചറിനെ, അതായത് ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് നമ്മളുടെ ഇന്ദ്രിയഭോഗത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. Such polluted propensities have to be cleared. ഇതെല്ലാം പൊല്യൂട്ടഡ് ആണ്. എന്താണ് പൊല്യൂട്ടഡ് പറഞ്ഞാൽ? കണ്ടാമിനേറ്റഡ്.
അത് ആദ്യം ക്ലിയർ ചെയ്യണം. വിതൗട്ട് ഡൂയിങ് സോ, അത് ചെയ്യാത്തോടത്തോളം കാലം ത്രൂ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് വൺ ഷുഡ് നെവർ അറ്റംപ്റ്റ് ടു ബിക്കം എ സോ കോൾഡ് ട്രാൻസെൻഡൻസ്. ഒരിക്കലും ഒരാള് റിനൗൺസിയേഷൻ തലത്തിലേക്ക് പോകാൻ പാടില്ല, റിനൗൺസിയേഷൻ ആവാൻ പാടില്ല. ഓക്കെ, ആൻഡ് റിനൗൺസിങ് വർക്ക് ആൻഡ് ലിവിങ് അറ്റ് ദ കോസ്റ്റ് ഓഫ് അത്. നമ്മളൊരു പാരസൈറ്റ് ആയിട്ട് ജീവിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ ചെലവിൽ. അപ്പൊ അങ്ങനെ പ്രിറ്റൻഡേഴ്സ് ആയിട്ടുള്ള കപട വേഷധാരികളെല്ലാം മറ്റുള്ളവരുടെ ചെലവിൽ ഒരു ജോലിയും ചെയ്യാതെ മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ജീവിക്കാൻ നമ്മുടെ പാപ്പി പേട്ട് ക സവാൽ, അതായത് നമ്മുടെ വയറിന് വേണ്ടിയിട്ട്, നമ്മുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതെല്ലാം തെറ്റാണെന്നാണ് പറയുന്നത്. ഇതാണ് ടെക്സ്റ്റ് 9. അടുത്ത ക്ലാസ്സിൽ ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय।